പൗരത്വ ഭേദഗതി നിയമവും വിജ്ഞാപനവും അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം തള്ളി സുപ്രീം കോടതി. ഹർജികളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ആരുടെയും പൗരത്വം റദ്ദാക്കാനല്ല നിയമമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. കേസ് അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. 2019 പൗരത്വ ഭേദഗതി നിയമം, 2024 പുറത്തിറങ്ങിയ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ എന്നിവ സ്റ്റേ ചെയ്യാനുള്ള അപേക്ഷകളാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി പൗരത്വ ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം തള്ളി. ഹർജികളിന്മേൽ ഏപ്രിൽ 8-നുള്ളിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഏപ്രിൽ 9-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതിനിടയിൽ പൗരത്വം നൽകിയാൽ ഹർജിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. മുസ്ലിം ലീഗ്, കേരള സർക്കാർ, അസദുദ്ദീൻ ഒവൈസി, തൃണമൂൽ കോൺഗ്രസ്, ജയറാം രമേശ് തുടങ്ങി വ്യക്തികളും സംഘടനകളുടേതുമായി 237 റിട്ട് ഹർജികളാണ് കോടതിക്ക് മുൻപിലുള്ളത്. എല്ലാ ഹർജിക്കാർക്കുമായി ഒരു നോഡൽ അഭിഭാഷകനെ നിശ്ചയിച്ച് ആവശ്യങ്ങൾ ഒരുമിച്ച് എഴുതി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആരുടെയും പൗരത്വം റദ്ദാക്കാനല്ല നിയമമെന്നും ഭാരതത്തിലേക്ക് അഭയം തേടി വന്നവർക്ക് പൗരത്വം നൽകാനാണ് നിയമ ഭേദഗതിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ജനം, ഡൽഹി.